ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആക്കാനും ഒന്ന് വൈറ്റനിങ് ആക്കാനും ഒരു ഗ്ലോയിങ് ആക്കാനും അതുപോലെ പാടുകളൊക്കെ മാറാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ബൗൾ തന്നെ വേണമെന്നില്ല, നമുക്ക് കയ്യിലുള്ള ഏതൊരു പാത്രമാണെങ്കിലും എടുക്കും കുഞ്ഞിയത്. അതിലേക്ക് നമുക്ക് ആവശ്യം ഫസ്റ്റ് നമ്മുടെ ബേസൻ ഫ്ലോറാണ്, അതായത് നമ്മുടെ കടലമാവ്. ഞാനിതായി ഒരു കുഞ്ഞ് സ്പൂൺ അളവിൽ 2 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. കടലപ്പൊടി നമുക്ക് എത്ര ആവശ്യം വന്നാൽ ആ ക്വാണ്ടിറ്റി അളവിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നല്ല പഴുത്ത ഓറഞ്ചാണ്. ഞാനിപ്പോൾ ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട് പഴുത്ത ഓറഞ്ച്. ഇതിൻ്റെ നമുക്ക് ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ കടലമാവും ഓറഞ്ചും. ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കണം. നല്ല പഴുത്തതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് നമുക്ക് ജ്യൂസ് വന്നോളും. എല്ലാം മിക്സിയിലിട്ട് അരിച്ച് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതും ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് എളുപ്പം നല്ല പഴുത്ത ഓറഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നീരെടുക്കാനും പറ്റും. അപ്പം ഞാനിതങ്ങനെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും ഗ്ലോവിങ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആൻസിൻ സ്കാർസ് ഒക്കെ മാറാനും ഒന്ന് ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ളതോട് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ആവശ്യത്തിനായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ കടലമാവിൽ മിക്സ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് ഒഴിക്കണ്ട, ആവശ്യത്തിന് നോക്കി ഒഴിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരു ഫേസ് പാക്കിൻ്റെ ഒരു പരുവത്തിലാവേണ്ടത്, ഓവർ വാട്ടർ ആവേണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് നമ്മളതിൻ്റെ ഒരു പരുവം നോക്കുക. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ആക്കാനൊക്കെ നമ്മുടെ ബേസിൻ ഫ്ലോർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും, ക്ലിയർ ആയിട്ടുള്ളൊരു സ്കിന്നും കിട്ടും. അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് നൈറ്റ് ടൈമിൽ യൂസ് ആക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ നൈറ്റ് ടൈമിൽ യൂസ് ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇത്തിരി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ഫേസ് പാക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ടെർമറിക്, അതായത് കസ്തൂരി മഞ്ഞളുടെ പൊടിയോ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിതിലേക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി ആഡ് ചെയ്യണില്ല. നല്ലപോലെ നമ്മൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ ബേസിൻ ഫ്ലോർ നോർമലി തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസ് കൂടെ ആകുമ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് യൂസ് ആക്കണവർ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എന്ത് ഫേസ് പാക്കാണെങ്കിലും യൂസ് ആക്കാൻ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നത്, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട. 1 സ്പൂൺ അളവിൽ ഞാൻ വേപ്പിൻ്റെ പൊടി ഇടുന്നുണ്ട്, അതായത് നീം പൗഡർ. നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്ന പാടും ഒക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണതാണ് ഈ വേപ്പിൻ്റെ പൊടി. ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ളതായ കാരണം നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസും ഒക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അതോടെ ഒഴിച്ച് ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസോടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ബേസിൻ ഫ്ലോറും വേപ്പിൻ്റെ പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത ശേഷം നന്നായി ഫേസിനെ ക്ലീൻ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക, ബ്രഷൊന്നും യൂസ് ആക്കാറില്ല. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് യൂസ് ആക്കാം. അപ്പോൾ ഈ ഏത് ഫേസ് പാക്ക് യൂസ് ആക്കുമ്പോഴും ഫേസിൽ പോലെ തന്നെ നെക്കിൽ യൂസ് ആക്കണം. ഇപ്പം ഞാൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. അതർവൈസ് നമ്മൾ യൂസ് ആക്കുമ്പോൾ കഴുത്തിലൂടെ യൂസ് ആക്കണം, ഇല്ലെങ്കിൽ ഫേസ് ഒരു കളറ് കഴുത്തൊരു കളറാകും. അതുപോലെ തന്നെ നമ്മൾ ഏത് പാക്കാണ് യൂസ് ആക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ നെക്കിലോ കയ്യിലോ ഇട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നമുക്കതിൽ വല്ല അലർജിയോ വല്ലതുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇറിറ്റേഷൻ ആവും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ
കയ്യിലോ കഴുത്തിലോ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഏത് നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മൾ 2-3 ഡേയ്സ് യൂസ് ആക്കിയിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് അത് നമുക്ക് കറക്റ്റായിട്ട് ലൈവായിട്ട് കിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്നത് യൂസ് ആക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ടൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യുന്നതാണ്. നന്നായിട്ട് നമ്മളൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ ഇടണം. പിമ്പിൾ മാർക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേപ്പിൻ്റെ പൗഡർ ആഡ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിന് സ്കിന്നിലുള്ള ബാക്ടീരിയസ് ഒക്കെ ഇല്ലാതാക്കാനും ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ളത് കാരണം നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ ഫുൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 80-90% ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഫുള്ളായിട്ട് ഡ്രൈ ആയി നമ്മുടെ സ്കിന്നിന് ഓവർ ഡ്രൈ ആക്കും. അതുകൊണ്ട് നമുക്കൊരു ഡ്രൈ ആയിട്ട് കാണാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണിത് ഫസ്റ്റ് യൂസിൽ. കണ്ടില്ലേ, ഫസ്റ്റ് നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഫ്രഷ് ഫീലൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ വന്നിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറ്റാൻ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. കണ്ടില്ലേ, ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ഫേസിലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ഓയിലി സ്കിന്നായത് തന്നെ ഞാൻ പോൺസിൻ്റെ ഈ ഒരു ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ യൂസ് ആക്കുന്ന സ്കിന്നിന് പറ്റിയ ബ്രാൻഡ്, ആ മോയ്സ്ചറൈസറും കൂടി ഒന്ന് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവാതെ മോയ്സ്ചറൈസായിട്ട് തന്നെ ഇരിക്കും. നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. കണ്ടില്ലേ, സ്കിന്നിനെ നന്നായിട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കണോ. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.